ഫെബ്രുവരി 28-ന് ഹോർമുസ് കടലിടുക്ക് അടച്ചതിനു ശേഷം ഇന്ന് 50 ദിവസങ്ങൾ തികയുന്നു. ലോകം ഒരു വലിയ സാമ്പത്തിക തകർച്ചയുടെ അരികിലാണ്. ഇനി വെറും 10 ദിവസം കൂടി കഴിഞ്ഞാൽ, അതായത് 60-ാം ദിവസം തികയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെറുമൊരു എണ്ണ വിലക്കയറ്റമല്ല, നാം ഇതുവരെ കാണാത്ത ഒരു ഗ്ലോബൽ കൊളാപ്സ് ആണ്. എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ഈ പറയുന്ന സപ്ലൈ ചെയിൻ? ലളിതമായി പറഞ്ഞാൽ, അമേരിക്കയും ഇറാനുമായി യുദ്ധമുണ്ടായി. ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചു. ഖത്തറിൽ നിന്നുള്ള LPG വരവ് നിലച്ചു. ഇന്ത്യയുടെ 50% LPGയും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ആദ്യത്തെ 25 ദിവസം ഇന്ത്യയുടെ കയ്യിലുള്ള സ്റ്റോക്ക് കൊണ്ട് LPG എല്ലാവർക്കും ലഭിച്ചു. പിന്നീട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വ്യാവസായിക ഗ്യാസ് കിട്ടാക്കനിയായതോടെ പല റെസ്റ്റോറന്റുകളും അടച്ചു. ഹോട്ടൽ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർ നാട്ടിലേക്ക് പോയി. ഇലക്ഷൻ ആയതുകൊണ്ട് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നില്ല. മെയ് 3 വരെ വില വർധന ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇത് തുടർന്നു പോയാൽ വില വർധനവും തൊഴിൽ നഷ്ടവും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതും രൂപയുടെ മൂല്യ തകർച്ചയും നാം കാണേണ്ടി വരും. ഹോർമുസ് അടഞ്ഞതോടെ ഈ ചങ്ങലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി മുറിഞ്ഞുപോയി. സാധനങ്ങൾ ഉണ്ടെങ്കിലും അവ നിങ്ങളിലേക്ക് എത്താൻ വഴികളില്ല. നമ്മൾ ഇപ്പോൾ കാണുന്ന സാധനങ്ങളുടെ വില കൂടാൻ കാരണം സപ്ലൈ ചെയിൻ തകർന്നതാണ്. പക്ഷേ യഥാർത്ഥ ദുരന്തം വരാനിരിക്കുന്നതേ ഉള്ളൂ. ലോകത്തിലെ പകുതിയോളം വളം അഥവാ ഫെർട്ടിലൈസർ വരുന്നത് ഈ വഴിയിലാണ്. വളമില്ലാതെ കൃഷി നടക്കില്ല. അതായത് ഈ 50 ദിവസത്തെ ബ്ലോക്ക് കാരണം അടുത്ത വർഷം ലോകത്ത് പട്ടിണി പടരാൻ പോകുകയാണ്. നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും ഇനി വില കൂടിയേക്കും. ചിപ്പ് നിർമ്മാണത്തിന് അത്യാവശ്യമായ ഹീലിയം വരുന്നത് ഖത്തറിൽ നിന്നാണ്. അത് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോകത്തെ 40% ഹീലിയം സപ്ലൈ നിലച്ചതോടെ ടെക് കമ്പനികൾ ഉൽപാദനം നിർത്തിക്കഴിഞ്ഞു. പുതിയ ഫോണുകൾ ഇനി സ്വപ്നം മാത്രമായേക്കാം. അല്ലാതെ തന്നെ വലിയ 7 കമ്പനികൾ കോടാനുകോടി ഡോളറിന്റെ ചിപ്പുകൾ മേടിച്ചു കൂട്ടുന്നതും വിപണിയിൽ വൻ വിലക്കയറ്റവും ഷോർട്ടേജുമാണ്. അതിന്റെ കൂടെ ഡിസ്ട്രപ്ഷനുമാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ 60 ദിവസം ഇത്ര പ്രധാനമാകുന്നത്? ഏതൊരു വലിയ കമ്പനിക്കും രാജ്യത്തിനും ഏകദേശം 2 മാസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവൂ. ആ ബഫർ സ്റ്റോക്ക് തീരുന്ന ദിവസമാണ് ഏപ്രിൽ 30. അതായത് 10 ദിവസത്തിനുള്ളിൽ കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഫാക്ടറികൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടേണ്ടി വരും. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പറയുന്നത് നമ്മൾ ഒരു 40 വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അഥവാ റിസഷനിൽ വീണു കഴിഞ്ഞു എന്നാണ്. പണപ്പെരുപ്പം 7.7% കടക്കുന്നു. ചൈനയുടെയും ഗൾഫിന്റെയും സമ്പദ്വ്യവസ്ഥ തകർച്ചയിലാണ്. ഇത് വെറുമൊരു വാർത്തയല്ല, നിങ്ങളുടെ ജോലിയെയും ശമ്പളത്തെയും ബാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നടക്കുന്നത് ഒരു ഒളിച്ചുകളിയാണ്. വളവും ഭക്ഷണവുമുള്ള രാജ്യങ്ങൾ അത് പുറത്തുവിടാതെ പൂഴ്ത്തിവെക്കുന്നു. റഷ്യയും ചൈനയും കയറ്റുമതി നിർത്തിക്കഴിഞ്ഞു. പാവപ്പെട്ട രാജ്യങ്ങളെ വിപണിയിൽ നിന്ന് പുറത്താക്കി പണമുള്ളവർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. സപ്ലൈ ചെയിൻ തകരുമ്പോൾ സ്വാർത്ഥത മാത്രമാണ് ബാക്കിയാവുന്നത്. ഹോർമുസ് കടലെടുക്ക് ലോകത്തിന്റെ രക്തധമനിയാണ്. 50 ദിവസമായി അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് രൂപപ്പെട്ടിട്ട് അത് ഹൃദയത്തെ ബാധിക്കാൻ ഇനി വെറും 10 ദിവസം കൂടി. നമ്മളൊരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?